മട്ടൻ്റെ ഒരു കറിയാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി ഇതേ ഒരു സ്പൈസ് നമ്മളിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കറുകപ്പട്ട, 2 ഏലയ്ക്ക, ലേശം വയനയില. ഓക്കെ, പിന്നെ അല്ലാതെ നമ്മൾ വേറെ കുറേ സാധനങ്ങൾ എൻ്റെ സ്പെഷ്യലായിട്ടുള്ള സ്പൈസ്, ഗരം മസാലയും പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഡിഷിന്റെ പേരെന്തായിരുന്നു? ഇത് മട്ടൻ പെരളൻ. കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു സൈഡിൽ കുറച്ച് ഇഞ്ചി. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് ഏലക്കയും കറുകപ്പട്ടയും വയനയിലയും ഇട്ടു. അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ ചെറിയ ഉള്ളിയും സവാള ഉള്ളിയിട്ട് വയറ്റുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഇതിനകത്ത് മല്ലിപ്പൊടി അല്പം കൂടുതലാണ്. അതുപോലെ മുളക് പൊടി, ആവശ്യമുള്ള ഉപ്പ് ഒരു സൈഡിൽ, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ടു. ഇതിനെ ഒന്ന് ഒരു സൈഡിൽ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഒരു സൈഡിൽ ഇത് രണ്ടും ഒരേ പാനിൽ, സാധാരണ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ 2 പാനിലൊക്കെ ആയിട്ട് ചെയ്യും, വേണേൽ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സൈഡിൽ ഇത് റോസ്റ്റ് ആവുന്നു. അത് സൈഡിലൊന്ന് സ്ലോ റോസ്റ്റ് ആവുന്ന സമയത്ത് തന്നെ കുറച്ച് ടൊമാറ്റോ, പറഞ്ഞാൽ ഈ തക്കാളിയുടെ ജലാംശം ഇതിനകത്ത് ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ ആ മസാലയിൽ കയറി വരണ്ട. അപ്പോൾ ഇതെല്ലാം സൈഡിൽ സ്ലോ റോസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നതല്ലേ? ഓക്കെ, വീട്ടിലേക്ക് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നൊരു റോസ്റ്റായിട്ട് ഇങ്ങനെ സംഭവം ആയിക്കോട്ടെ. ഓക്കെ, നിങ്ങളുടെ കുക്കിംഗ് ശരിക്കും ഇത് സിനിമയിൽ ഇപ്പം വന്ന ഒരു കഥാപാത്രം ആയതുകൊണ്ടാണ് പൊറോട്ടയ്ക്ക് അടിക്കാൻ പോയത്, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു കുക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരു ഷെഫ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു റോൾ അതുപോലൊരു കഥാപാത്രം ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് എപ്പോഴും ഇനി കുക്കിങ്ങിനോടൊരു താല്പര്യം കൂടുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇല്ലേ? മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് വിൻസിയുടെ കുക്കിംഗ്? ഇല്ല സാർ, അതായത് ഫുഡ് എന്ന് പറയുമ്പോൾ 2 ഇതാണ്, ഒന്ന് പാചകവും ഒന്ന് കഴിക്കലും. അതെ, കഴിക്കലിന് ഞാൻ മികച്ച അതിന് ഏറ്റവും മികച്ച 10 out of 10. എന്റെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് ചോദിച്ചാൽ കഞ്ഞിയാണ്. ആണോ? അത് ഭയങ്കര എളുപ്പമാണല്ലോ, കൂടുതൽ എഫേർട്ട് ഒന്നും എടുക്കണ്ട കഴിക്കാൻ വേണ്ടിട്ടാ. കഴിക്കുന്ന ഒരു ജോലിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരാളാണ്. അതൊരു വർക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. ഇനി നമ്മുടെ മസാല റോസ്റ്റായി. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കുവാണ്. ഇനിയിപ്പം ആദ്യം തന്നെ ഇതിനകത്ത് മട്ടൻ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഈ സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് അവിടെ ഇരുന്ന് ഒന്ന് കുറിയിക്കോട്ടെ. ഇതിൻ്റെ കൂടെ തിളച്ച് കഴിഞ്ഞിട്ട് ഈ മട്ടൻ ആഡ് ചെയ്താൽ മതി. അപ്പം സ്റ്റോക്കും മസാലയും വീണ്ടും ഇതൊരു വേറെ തരം മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് ശരിക്കും ആദ്യം സ്റ്റോക്ക് ഇട്ടിട്ട് പിന്നെ അത് ഇടുന്നത്? അല്ല, സ്റ്റോക്ക് നമുക്ക് ഇതിനധികം ഗ്രേവി വേണ്ടാത്തൊരു ഡിഷാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഒന്ന് തിളച്ച് അത് രണ്ടും കൂടെ യോജിക്കുന്ന ഒരു സമയത്ത് മട്ടൻ ആഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പെരുംജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഈ സംഭവം സിമ്പിൾ. ഇത് ചോറുമായിട്ട് കഴിക്കാം, ചപ്പാത്തിയായിട്ട് കഴിക്കാം. അപ്പോൾ ചോറുമായിട്ട് കഴിക്കണമെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി കൂട്ടാം. ഇതൊരു സെൻട്രൽ കേരള, കോട്ടയത്തൊക്കെയാണ് ഇത് കൂടുതൽ ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുക. എന്റെ ഫോക്കസ് മൊത്തത്തിലോട്ട് പോകുന്നു. നമ്മുടെ ഈ മട്ടൻ പെരളൻ്റെ അവസാന വട്ട ഇത് വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു. അതിനെ കുറച്ച് ഇനി ലാസ്റ്റ് സീസണിങ് എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഡിഷിൻ്റെ ഫൈനൽ ചെയ്യാണ്. കുറച്ച് കറി ലീവ്സ് ഇട്ടു. അതിനുശേഷം ഒരല്പം ഗരം മസാല. ഓക്കെ, ഗരം മസാല നമുക്കറിയാലോ, എല്ലാം കൂടെ ചേർന്നൊരു ഫൈൻ പൗഡർ. ആദ്യം നമ്മൾ മെയിൻ ഹോളായിട്ട് 3 ഐറ്റം ഇട്ടു. ഇത് എല്ലാം കൂടെ ചേർന്ന് ഒരല്പം പൊടി, ഒരല്പം പെരുംജീരകം, ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടല്ലോ. കുറച്ചുകൂടെ ബ്ലാക്ക് പെപ്പർ. ഇതൊരു ഓപ്ഷണലാണ്. ഇതൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം തേങ്ങാപ്പാൽ. യെസ്. ഈ ഒരു സിനിമയുടെ തുടക്കം എത്ര നാളായി ഉണ്ടാവും? ഓൾമോസ്റ്റ് കഴിഞ്ഞ ഏപ്രിൽ മെയിലാണ് തുടങ്ങിയത് ഷൂട്ട്. അല്ലല്ലോ, ഷൂട്ട് തുടങ്ങി. 1 year ഷൂട്ട്. 12 മാസത്തെ ഓരോ സിനിമയുടെ അധ്വാനം എന്ന് പറഞ്ഞാൽ ഇതേപോലെ. ആ 12 മാസങ്ങൾക്ക് എത്രയോ മുമ്പായിരിക്കും ഈ സ്ക്രിപ്റ്റ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും പിന്നീട് ഇതിനെ ഒരു പ്രൊജക്റ്റായിട്ടൊരു പ്രൊഡ്യൂസർ വരികയും പിന്നീട് ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനും എത്രയോ മുമ്പായിരിക്കും. അതിനുശേഷം ഇവരെല്ലാം കാസ്റ്റൊക്കെ ആയിട്ട് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചു. ഭയങ്കരമായിട്ട് 1 year ലോങ് പ്രോസസ്സ്. ഇനി അത് പ്രേക്ഷകർക്കുള്ളതാണ്. അതിൻ്റെ വിധി പറയുന്നത് ഇല്ലേ? ഇത്രയും പറയുമ്പം അവരുടെ ടെക്നിക്കൽ ക്രൂവിനെ പറ്റി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇതായിരിക്കും. ഡയറക്ടർ ലൂക്ക എന്ന് പറഞ്ഞ മൂവിയുടെ ഡയറക്ടർ അരുൺ ബോസ്, പിന്നെ പ്രമോദ് മോഹനാണ് ഇതിന്റെ റൈറ്റർ. ഇവൻ പ്രമോദ് മോഹൻ എന്ന് പറഞ്ഞ സാറിന്റെ കസിന്റെ അല്ലേ കഫേ 17? ചേട്ടന്റെ അവിടെ പോയിട്ടാണ് എല്ലാം പഠിച്ചത്. ചെറിയ കട്ട് ചെയ്യുന്നതും ഇങ്ങനെ പൊറോട്ട അടിക്കുന്നതും വീശടിക്കുന്നതൊക്കെ പഠിപ്പിച്ചെന്ന് അവിടെ നിന്നായിരുന്നു. ഓക്കെ,
അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യാം. യെസ്. ചപ്പാത്തിയാണ്, ചപ്പാത്തി റോളാണ് നിങ്ങൾക്ക് ഇത് തരിക. എല്ലാത്തിന്റെ അവസാനം Okay. ഷെഫിന്റെ വക കുറച്ച് സ്നേഹം കൂടെ. അടിപൊളി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ